മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ച ആവുകയാണ്. അപ്പോൾ ഈ സെഷൻ കൊണ്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ ആ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്തത്, എന്തൊക്കെ നമ്മൾ പ്രോമിസ് ചെയ്തു, എന്തൊക്കെ ഇതുവരെ കൊടുത്തു, നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ അനാലിസിസ് എങ്ങനെയായിരുന്നു, അവിടെ എത്രത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ നമ്മുടെ ഈ ബാച്ചിനകത്ത് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു, അതിൽ എത്രത്തോളം നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് ടെസ്റ്റ് ആണ്. ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് ഇംഗ്ലീഷ് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ട്. PSC ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് ഓക്കെ ആണ്, നന്നായിട്ട് ഇത് ഫോളോ ചെയ്ത് വരാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല വളരെ പെട്ടെന്ന് എനിക്കൊരു ജോലി വേണം, ഒരു 10-11 മാസത്തിനകത്ത് സർവീസിൽ കയറണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. മാത്രമല്ല അവിടെ സാലറിയുമായി ബന്ധപ്പെട്ട ഒരു കേസും ഇപ്പൊ നടക്കുന്നുണ്ട്. ആ കേസ് വിജയിക്കുകയാണെങ്കിൽ ഇവർക്ക് സ്റ്റാർട്ടിങ് തന്നെ കയറുമ്പോൾ ഏതാണ്ട് 60,000 പ്ലസ് സാലറിയിൽ പോസ്റ്റ് ആവും. ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് സ്റ്റാർട്ടിങ് ഏതാണ്ട് ഒരു 40,000 ആ റൗണ്ട് ഫിഗർ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് നമുക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് അനാലിസിസ് ചെയ്യാം, എന്തൊക്കെ നമ്മൾ പ്രോമിസ് ചെയ്തു, എന്തൊക്കെ നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ പ്രോമിസ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഈ ബാച്ചിനകത്ത് ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, ഡിസ്ക്രിപ്റ്റീവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, അതേപോലെ തന്നെ ഇന്റർവ്യൂ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് അവേഴ്സ് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതായത് 300+ അവേഴ്സിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. 300+ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 400ഓളം ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് മൊത്തം കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം 70+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ കുറെ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അവിടെ എക്സാം സെന്ററിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നല്ല പ്രാക്ടീസോടെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അതിനുവേണ്ടി 70+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ നമ്മൾ ഈ ബാച്ചിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, പോവരുതാരും. അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടും. അതിനകത്ത് 15 ഫുൾ ലെങ്ത് മോക്ക് എക്സാം ഉണ്ടാകും, എല്ലാ PYQസും ഉണ്ടാകും, എല്ലാ ചാപ്റ്റർ വൈസ് ടെസ്റ്റസും അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ ചാപ്റ്റർ വൈസ് ടോപ്പിക് ടെസ്റ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മാത്രമല്ല കുറെ ക്ലാസ് മാത്രം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോടാ? നമുക്ക് പഠിക്കാൻ തോന്നണ്ടേ, പഠിക്കാൻ പറ്റണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് 40+ അവേഴ്സ് അല്ല, 40+ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ലൈവ് ആയിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ എല്ലാ ആഴ്ചയിലും എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു സെഷൻ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല 20+ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എങ്ങനെ മോട്ടിവേറ്റഡ് ആയി നിൽക്കാം, എങ്ങനെ നന്നായിട്ട് പഠിക്കാം, എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം, അങ്ങനെ ഓരോ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് 20+ മെന്റർഷിപ്പ് സെഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതും മാത്രമല്ല നിങ്ങൾക്ക് ടെലഗ്രാം സപ്പോർട്ട് 24x7. അതായത് 24x7 എന്ന് പറഞ്ഞാൽ ഇനി രാത്രി 12 മണിക്ക് മെസ്സേജ് ഇട്ടിട്ട് അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യണം, അത് പറ്റത്തില്ല. മറിച്ച് വൈകുന്നേരം ഒരു 8:30-9 മണി വരെ നിങ്ങൾ എന്തൊക്കെ മെസ്സേജ് ഇട്ടാലും നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെന്റർ അവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മാത്രമല്ല ഈ മെന്ററിന്റെ നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ നമ്പർ, അതേപോലെ തന്നെ എന്റെ നമ്പർ, ജോബിൻ സാറിന്റെ നമ്പർ എല്ലാം നമ്മുടെ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമ്മൾ കൂടെയുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ വാഗ്ദാനം ചെയ്ത് നമ്മൾ പറഞ്ഞ അടുത്ത കാര്യം ഇതാണ്, കൃത്യമായിട്ടുള്ള ഇന്റർവ്യൂ ഗൈഡൻസ്. അതായത് ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, ഡിസ്ക്രിപ്റ്റീവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവിടെ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണ്, സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ 2 പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യുന്നതായിരിക്കും. 2 പേപ്പർ, ഓക്കെ. അതായത് ഒന്ന് ഫാക്കൽറ്റിയും ഒന്ന് മെന്ററും വാല്യൂ ചെയ്യുന്നതായിരിക്കും. എന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും. ഓക്കെ, അവിടെ അങ്ങനെ എഴുതിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ തരും. ഓക്കെ, അത് സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകത. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ചുമ്മാ കുറെ ക്ലാസ്സസ് മാത്രമുള്ള എൻ്റെ ഒരു കാര്യമില്ല, പേപ്പർ വാല്യൂ വേണം. അത് സൂപ്പർ നോട്ട്സിന്റെ പ്രത്യേകതയാണ്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഹൈബ്രിഡ് ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഓഫ്ലൈൻ സെഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യണം. ഓഫ്ലൈൻ സെഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഓൺലൈൻ സെഷൻ നിങ്ങൾക്ക് കിട്ടും. ആ പാനലിൽ ആ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ ഇന്റർവ്യൂ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരാൾ, ഒരു ജഡ്ജിനെയോ അങ്ങനെ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള അവിടെ എന്തൊക്കെയാണോ ചോദിക്കുന്നത് ആ നിലവാരമുള്ള ഒരു ഇന്റർവ്യൂ സെഷൻ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇതാണ് നമ്മുടെ ബാച്ചിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതില് നമ്മൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. മക്കളെ, ആദ്യം നമ്മുടെ GK കറണ്ട് അഫയേഴ്സ് ഏരിയ നോക്കുമ്പോൾ ഈ കാണുന്ന 50 പ്രയോറിറ്റി ടോപ്പിക്സ്,
ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റിയിൽ നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ അത് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക് ഏതൊക്കെയാണ്, ആദ്യം പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. കാര്യം മക്കളെ, നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ, എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്കൊന്നും മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ മാർക്കൊന്നും കയറുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ നിർത്തി അങ്ങ് പോകും. അതായത് ഭൂരിഭാഗം കുട്ടികളും അവരുടെ പ്രിപ്പറേഷൻ നിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല, സോ കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡറിൽ, അതായത് ബേസിക് മുതൽ അങ്ങോട്ട് ഈ ഹോട്ട് ടോപ്പിക്സിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ബാക്കി എന്തും കാണത്തുള്ളൂ. അപ്പൊ GK ഏരിയാസിന് മൊത്തം അങ്ങനെയാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞതാ ഈ ഒരാഴ്ച നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ആണ്. ഈ ഒരാഴ്ച നമ്മൾ കൊടുത്ത സ്റ്റഡി പ്ലാൻ, അതിനകത്ത് ഫസ്റ്റ് നോക്കി, അതായത് 1-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ആയത്. അന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു, ഓറിയന്റേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അത് യൂട്യൂബിലും അത് നിങ്ങൾക്ക് കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം 2-ാം തീയതി ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ പാർട്ട് 1, 2, 3, അത് എന്റെ ക്ലാസ് ആണ്. കൃത്യമായിട്ട് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രജീഷ് സാറിന്റെ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിനുശേഷം ഇന്ന് മൺഡേ റീസണിങ് ശരത് സാറിന്റെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് 1, 2. ദെൻ വൊക്കാബുലറി, അതായത് ഇന്നലെ ശരത് സാറിന്റെ ക്ലാസ് ആയിരുന്നു, ഇന്ന് റീമ മിസ്സിന്റെ വൊക്കാബുലറി. അതേപോലെ തന്നെ ലീഗൽ വൊക്കാബുലറി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഇത്രയും ക്ലാസ്സസ് ആണ് പോയിരിക്കുന്നത്. ഇനി നാളെ വൈഷ്ണവ് സാറിന്റെ കറണ്ട് അഫയേഴ്സിന്റെ സബ്മിറ്റ് ആൻഡ് വെന്യൂസ് ആണ്. അതേപോലെ തന്നെ ശരത് സാറിന്റെ റീസണിങ്. മറ്റന്നാ വീണ്ടും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ് ആണ് റീമ മിസ്സിന്റെ. ദെൻ ശരത് സാറിന്റെ മാത്സ്, പിന്നെ വൈഷ്ണവ് സാറിന്റെ കറണ്ട് അഫയേഴ്സ്, നാഷണൽ ഫിലിം അവാർഡ്സ്. ഇങ്ങനെയാണ് ഒരാഴ്ചത്തെ നമ്മളെ സ്റ്റഡി പ്ലാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കി. അതിനകത്ത് ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള പ്രാധാന്യം, അതായത് ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 6ഓളം ക്ലാസ്സസ് ആണ് ഒരാഴ്ച ഇംഗ്ലീഷിന് ഉപയോഗിക്കുന്നത്. അതായത് പകുതി നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്, പകുതി ഇംഗ്ലീഷ് ആയിരിക്കണം. ഓക്കെ, ഒരു ക്ലാസ്, ഒരു 10 ക്ലാസ് പോവുകയാണെങ്കിൽ 5 ക്ലാസ് ഇംഗ്ലീഷ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അതിനുശേഷം അടുത്ത പ്രയോറിറ്റി വരുന്നത് കറണ്ട് അഫയേഴ്സിനാണ്. അടുത്ത പ്രയോറിറ്റി വരുന്നത് മാത്സ് റീസണിങ്ങിനാണ്. അത് കഴിഞ്ഞ് അടുത്താണ് നമ്മുടെ GK ഏരിയാസ് വരുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പും മോട്ടിവേഷൻ സെഷൻസും. ഓക്കെ, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അവിടെ നോക്കാം, നമ്മുടെ ഫാക്കൽറ്റി പാനൽ, ഏറ്റവും വലിയൊരു ഫാക്കൽറ്റി പാനലാണ് സൂപ്പർ നോട്ട്സിനുള്ളത്. അതായത് കൃത്യമായിട്ട് ഞാൻ എന്ത് പറയാനാണ്, ഇപ്പൊ ഞാൻ മറ്റൊരു വിഷയം എടുത്താൽ എന്റെ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ജോഗ്രഫി, IT, ഇതാണ് എന്റെ സ്ട്രോങ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ മറ്റൊരു വിഷയം എടുത്താൽ, മാത്സ് എടുത്താൽ, അല്ലെങ്കിൽ മറ്റൊരു വിഷയം എടുത്താൽ, അത് ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും ബെസ്റ്റ് തരാൻ പറ്റത്തില്ല, 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് വലിയൊരു ഫാക്കൽറ്റി പാനലാണ് നമ്മൾ നിങ്ങളുടെ ബാച്ചിന് വേണ്ടി ഇട്ടേക്കുന്നത്. അതിനകത്ത് ഇംഗ്ലീഷ് 4 പേരാണ്. പ്രജീഷ് സാറ് അടിപൊളി ക്ലാസ് ആണ്, റീമ മിസ് കിടിലൻ ക്ലാസ് ആണ്, പിന്നെ വൈഷ്ണവ് സാറ്, അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണു സാർ. അങ്ങനെ 4 പേരാണ് ഒരു ടീം. അത് കഴിഞ്ഞ് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ജോഗ്രഫി, IT, സ്റ്റാറ്റി, GK വരുന്നത് ഞാനാണ് എടുക്കുന്നത്. അതിനുശേഷം എക്കണോമിക്സ്, സ്റ്റാറ്റി, GK ജോബിൻ സാറാണ്. മാത്സ് റീസണിങ് അരൂപ് സാറ്, വിജയ് സാറ്, ശരവൺ സാറ്, രണംബാബു സാർ. അങ്ങനെ 4 പേരിനാണ് മാത്സും റീസണിങ്ങും എടുക്കുന്നത്. റീസണിങ് പിന്നെ പ്രത്യേകിച്ച് വരുന്ന സാധനം ശരത് സാറാണ് എടുക്കുന്നത്. അതിനുശേഷം കറണ്ട് അഫയേഴ്സ് സൂപ്പർ നോട്ട്സിന്റെ എല്ലാമായ കാർത്തിക മിസ്സും വൈഷ്ണവ് സാർ ചേർന്നാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. കറണ്ട് അഫയേഴ്സിലും ഉണ്ട് കേട്ടോ, അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാതെ. ദെൻ സിവിക്സ് എടുക്കുന്ന അഞ്ജലി മിസ്സാണ്, ഫിസിക്സ് എടുക്കുന്നത് അമലേജ സാർ, കെമിസ്ട്രി എടുക്കുന്നത് ശ്രീലക്ഷ്മി മിസ്, ബയോളജി എടുക്കുന്നത് ഷഫീഖ് സാറ്, ലക്ഷ്മി മിസ്, ഹിസ്റ്ററി എടുക്കുന്നത് ആദർ സാറ്, മെന്റർ ശ്രീപാർവതി മിസ്സാണ് നിങ്ങളുടെ ഡെഡിക്കേറ്റഡ് ഉള്ള മെന്റർ ആയിട്ട് വരുന്നു. അങ്ങനെ വലിയൊരു പാനൽ. ഇതില് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലീഷിനായിരിക്കും. അവിടെ ഗ്രാമർ ഏരിയ, വൊക്കാബ് ഏരിയ, പിന്നെ ഡിസ്ക്രിപ്റ്റീവ്. അത് കഴിഞ്ഞ ബാക്കി എന്തും നമുക്ക് പ്രയോറിറ്റി നമ്മൾ കൊടുക്കത്തുള്ളൂ. പിന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നത് 17 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ല പ്രാധാന്യം. ഓക്കെ, അതിനുശേഷം ഇത് ആ ബാച്ചിനകത്താണ് എന്തൊക്കെ നമ്മൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്തു. യെസ്, 2 ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഒന്ന് മെന്റർഷിപ്പ് ആണ്, ഒന്ന് മോട്ടിവേഷൻ ആണ്. ഓൾറെഡി 2 നമ്മൾ അതിനകത്ത് പോയിട്ടുണ്ട്. പിന്നെ ജോഗ്രഫി 3 ക്ലാസ്സസ് പോയി, ഇംഗ്ലീഷ് 4 ക്ലാസ്സസ് പോയി, റീസണിങ് 2 ക്ലാസ്സസ് പോയി, ഡെയിലി കറണ്ട് അഫയേഴ്സ് പോയി. അവിടെ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതായത് കൃത്യമായിട്ട് കണ്ടോ, ഓരോ ദിവസത്തെയും ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ കാണുന്നതാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഓരോ ദിവസവും നമ്മൾ ആഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിനകത്ത് ജസ്റ്റ് നോക്കുക, ഓരോ ദിവസത്തെയും ഡേ ബൈ ഡേ ആണ്. ഓക്കെ, ഡേ ബൈ ഡേ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ജൂലൈ 7, 2026 അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇതായിട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കാം, അതിനകത്ത് പ്രധാനപ്പെട്ട ടോപ്പ് സ്റ്റോറീസ് ആണ് ഫസ്റ്റ് കിടക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അതിന്റെ ഏറ്റവും നല്ല നോട്ട്. കാര്യം മക്കളെ 17 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പൊ അത് ചെറിയൊരു സാധനമല്ല, വിട്ടുകളയാനും പറ്റത്തില്ല. സോ ഏറ്റവും നല്ല പ്രാധാന്യം, അതായത് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ എങ്ങനെയാണോ ആ രീതിക്ക് നമുക്ക് എഴുതി പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദാൻ ഇന്ന് വേൾഡിൽ എന്തൊക്കെ സംഭവിച്ചു, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഫോക്കസ് ചെയ്യണം
ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഫോക്കസ് ചെയ്യണം, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ന്യൂസ് വന്നു, അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് അതിന്റെ കീ ഹൈലൈറ്റ്സ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂസ്, പിന്നെ അതിനുശേഷം ബാക്കി അതിന്റെ ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോൾ ഏറ്റവും അവസാനം അതിന്റെ ഒരു ഹൈലൈറ്റഡ് പോയിന്റ്സ് അടക്കം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിവ്യൂ, അതിന്റെ റിവിഷൻ എല്ലാം അതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു നോട്ട്. ഈ നോട്ട് ഇന്നും നാളെയും മുതലാണ് നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാര്യം നമ്മൾ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇതുവരെ കീ ബൈ ഡേ, കീ ടു കീ പോയിന്റ് ആയിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇനി മുതൽ ആ ബാച്ചിനകത്ത് കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇത് ഇത്രയും നല്ല മെറ്റീരിയൽ, അത് സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകത. അതായത് നമ്മളൊരു സാധനം പുറത്തിറക്കുമ്പോൾ അത് എപ്പിക് ആയിരിക്കണം. ഓക്കെ, ഏറ്റവും നല്ല സാധനമായിരിക്കണം. ഓക്കെ, അങ്ങനെ കറണ്ട് അഫയേഴ്സ് മൊത്തം അവിടെ നമുക്ക് കിട്ടും. മാത്രമല്ല ഏറ്റവും നല്ല കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സസും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ നോട്ട്സ് എങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇത് ലീഗൽ വൊക്കാബുലറി പോയ ക്ലാസ് ആണ്, അതിന്റെ നോട്ട് ഈ കാണുന്നതാണ് എന്റെ നോട്ട് വരുന്നു. അത് കഴിഞ്ഞ് ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്റെ പോയ നോട്ടാണ്. അതിനകത്ത് നോക്കി ഇത്രയും മനോഹരമായിട്ട് അതിന്റെ ഇൻഡെക്സ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് കോർഡിനേറ്റ്സ്, അങ്ങനെ ഫുള്ള് ഏറ്റവും നല്ലൊരു നോട്ട് ഇൻക്ലൂഡിങ് നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഇമേജസ് അടക്കമാണ് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ഇതുവരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം കറണ്ട് അഫയേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചതാ ഇതാണ് അതിന്റെ ഫ്രണ്ട് പേജ് വരുന്നു. ഏറ്റവും നല്ല മെറ്റീരിയൽ ആട്ടോ, സൂപ്പർ മെറ്റീരിയൽ. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു 10 MCQ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ബാച്ചിനകത്ത് എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ എക്സാംസ് എങ്ങനെയാ വരുന്നത് കണ്ടോ. ഒരു ടോപ്പിക്കിൽ നിന്ന് ഇപ്പൊ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ആണ്. ഇപ്പൊ ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ അതിന്റെ 50 ക്വസ്റ്റ്യൻസ്, അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മൊത്തം എന്താ കിടപ്പുണ്ട്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ് വരുന്നത്, -0.25 മാർക്കാണ് വരുന്നത്. അങ്ങനെ ഓരോ ടോപ്പിക്കിന്റെ ടോപ്പിക് വൈസ് എക്സാം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരുന്നായിരുന്നു, ഏറ്റവും നല്ല നോട്ട്സ്. സോ ഫാർ സോ ഗുഡ്, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഒരാഴ്ച നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ ഓൾറെഡി അവരാണ് ഏറ്റവും ലീഡ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് മൊത്തം കിട്ടുന്ന അവർക്കാണ്. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ഏറ്റവും നല്ല ക്ലാസ്സസ് പോകുന്നു. ഇതുവരെ ഉള്ളതെല്ലാം സെറ്റായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂടാ. എന്താണ് നമ്മുടെ ആഗ്രഹം? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികളായിരിക്കണം ഫുള്ള് വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് പോലെ ഏതാണ്ട് 130-ലധികം റിസൾട്ട് കൗണ്ടിങ്. അടുത്ത ഗ്രൂപ്പ് ഡി ഇപ്പോ റിസൾട്ട് വന്നപ്പോ 75-ലധികം സെലക്ഷൻസ് ഇതുവരെ. ഇവരുടെയൊക്കെ ഇമേജസ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ RRBJ 65-ലധികം കുട്ടികൾ, CPM 30-ലധികം കുട്ടികൾ. ഓക്കെ, പിന്നെ അടുത്ത സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ ഏതാണ്ട് 60-ലധികം കുട്ടികൾ. ദേവസ്വം എക്സാംസിന്റെ റിസൾട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ കുട്ടികൾ. ഓക്കെ, അതേപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും നമ്മുടെ കുട്ടികളായിരിക്കണം അവിടെ മുഴുവൻ വരേണ്ടത്. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഒരു ടീം നിങ്ങളുടെ കൂടെയുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഇനി ആർക്കെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാര്യം ബാച്ച് ഉടനെ ക്ലോസ് ആവും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം, 8281223366, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബാച്ച് കാണാൻ പറ്റും. ഓക്കെ മക്കളെ, നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യും. എനിക്ക് ഒറ്റ കാര്യം പറയാമോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആവണം, നിങ്ങൾ ഭയങ്കരമായിട്ട് ബുജി ആവണം, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, സമയം മാറ്റി വെക്കാൻ ഒരു മനസ്സ്. എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സമയം മാറ്റി വെക്കാൻ ഒരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമ്മൾ സെറ്റാക്കിക്കോളാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചോ. സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും, എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോ പല റീൽസിലും ഷോർട്സിലും കാണുന്നുണ്ട്, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, ഈസി ആയിട്ട് അടിച്ചെടുക്കാം, 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി, 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി, 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. മക്കളെ, അങ്ങനെ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു മാജിക്കും നിങ്ങൾക്ക് തരാനില്ല. പകരം നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് തരും. എല്ലാ ദിവസവും മിനിമം ഒരു 3 മണിക്കൂർ to 4 മണിക്കൂർ ഞങ്ങൾക്ക് തരും.
അവിടെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി, കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള ക്ലാസ്സസ്, കൃത്യമായിട്ടുള്ള നോട്ട്സ്, കൃത്യമായിട്ടുള്ള ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്ന് നമ്മൾ നിങ്ങളെ വലിച്ചു കയറ്റിക്കോളാം. സമയം, ആ സമയമില്ലാതെ ദയവ് ചെയ്താലും ഇങ്ങോട്ട് വരരുത്. ഒരു മാജിക്കും നമുക്ക് തരാനില്ല. എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ to 4 മണിക്കൂർ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ കൂടെ കൂടിക്കും. ഞാൻ ഉറപ്പ് തരാം, അടുത്ത ഹൈക്കോടതി സെൻറ്റർ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൽ കാണാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.